ജിത്തുബായ്, ഇതെന്റെ വൈഫാണ്. ജിത്തുബായ് ബോംബെയിൽ വലിയ ബിസിനസ്സുള്ള ആളാ. പുലർച്ചയ്ക്ക് വന്നു. ഇവിടെ? നേരെ ഇവിടേക്കാണ് വന്നത്. 2-3 ദിവസം ഉണ്ടാവും. ഇവിടെയാണ് താമസം. ഇവിടെയോ? ഇവിടെ എന്തിന്? കാശുകാരല്ലേ? ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോട്ടെ. പതുക്കെ പറ. പോണെന്ന് പറയാൻ പറ്റില്ല. അയാളുടെ വീടായത്. ആ അധികാരത്തിലല്ല. അയാളുടെ പേരിൽ പഴയൊരു വാറന്റ് ഉണ്ട് ഇപ്പോഴും നിലവിൽ. ഹോട്ടലിലാവുമ്പോ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വാറന്റ് എന്ന് വെച്ചാൽ കൊലപ്പുള്ളിയാണോ എന്നൊന്നുമില്ല. അറിയോ? എന്തോ ഒരു വിദേശ പണത്തിന്റെ പഴയ കേസ്. हेलो, मैं जीतू भाई बोल रहा हूँ। हाँ, जल्दी लाइन देना। हाँ बोलो उस्मुख भाई, एकदम सारू। दुबई से कॉल आया? हाँ भाई, माल नक्की आ जाएगा, क्यों फिक्र करता है? ए रामू, अरे बंदोबस्त तो कर देगा, ये अपना ही जगह है। है कौन कस्टम वाले? ആ വന്നവരുടെ ഡ്രൈവറാണത്രേ. इस टाइम कुछ മലയാളം ഒരു അക്ഷരം മിണ്ടണില്ല. अरे उस कोहली को बोलो मेरा गुस्सा बढ़ाने का नहीं। 4-2 अवलाद तो मिलना ही चाहिए, गारंटी। ये पुलिस वाले का अपन नहीं डरने वाला है। अरे 20 लाख का माल है, अब उनके धंधे के लिए ना है। अपना भी नाम जीतू भाई है। ഇതാരും മുതലാളിയാ? ഇതങ്ങോട്ടാ മൂപ്പ? ദുബായിലേക്കാ. ബെച്ചടി കേട്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ല. അല്ല, ഇതാരാന്ന് പറഞ്ഞില്ല. വാ പറയാം. ചില കാര്യങ്ങളുണ്ട്. हाँ वसीम भाई बोलो। ठीक है, ओके। अरे इंशाल्लाह पहुंच जाएंगे वसीम भाई। खुदा हाफिज। सलीम, अड़ा सलीम, कार लेनी सिगरेट लेना। अड़ा सलीम. സലീമും ജഹാംഗീർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞേക്കും മീനാക്ഷമ്മേ. ഇയാള് പറഞ്ഞിട്ടല്ലേ ആ ആശ്രയകരെ എവിടേക്കാ പോയത്? എന്താ മീനാക്ഷമ്മേ? വെറുതെ ഇരുന്ന് ബോറടിക്കാൻ നമ്മൾ രണ്ടാളും അല്ലേ? അവര് വരാൻ ഒരുപാട് വൈകും. ചീറ്ററിയുമോ? ഒരു ടൈം പാസിന്. അറിയില്ല. കാശ് വെക്കാണ്ട് കളിക്കാം, പേടിക്കണ്ട. ഒരു ജോലിക്ക് ഇരിക്കും, ഞാൻ പഠിപ്പിച്ചു തരാം. വേണ്ട, എനിക്കിഷ്ടല്ല. അറിയണ്ടേ? നിങ്ങൾ ബോംബെ വന്നിട്ടില്ല? ഇല്ല. രാജൻ വരുന്നുണ്ട്, കൂടെ വരുന്ന്. അവിടെ നമ്മളുടെ ഗസ്റ്റ് ഹൗസിലെ 4 മുറി എയർ കണ്ടീഷനാ. ഹോട്ടലൊന്നും വേണ്ട, ബോംബെ ഒക്കെ കാണണ്ടേ അല്ലേ? ഏക് മിനിറ്റ് റോജി, ഒന്നില്ലെങ്കിൽ നമുക്ക് വർത്താനം പറഞ്ഞിരുന്നോടെ. കടന്ന് പുറത്തു പോടൂ. മീനാക്ഷമ്മേ, മീനാക്ഷമ്മേ. എവിടെ പോവാന്? നമ്മുടെ വീട്ടിൽ നിന്ന് എവിടേക്കാ പോവാന്? ഒച്ചയും വിളിയൊന്നും കൂട്ടണ്ട. മുന്തിയ മീൻ തെരഞ്ഞു പോയിട്ടുണ്ട് ആ തള്ള. 100 രൂപയും കൊടുത്തിട്ടുണ്ട്. ദേവി, എന്തു പറ്റി? സാരമില്ല, എന്തായാലും പേടിക്കണ്ട. ഞാനില്ലേ കുട്ടി. വാ കുമാരേട്ടാ, കുറച്ച് തണുത്തോളം കൊടുക്കും. നേരത്തെ വല്ലതും കഴിച്ചു കിടക്കും. ഡോണ്ട് വറി,
എല്ലാം എന്റെ തെറ്റ്. പക്ഷേ പേടിക്കണ്ട, എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്, പോയി റെസ്റ്റ് ചെയ്യൂ. ഇവിടെ ഞാനുണ്ട്. ധൈര്യമായിരുന്നു. ഞാനിതേ ചോദിച്ചുള്ളൂ, മാഡം ചീട്ട് കളിക്കാൻ അറിയുമെന്ന്. ചീട്ടയും കശയ്ക്ക് നമ്മൾ നിന്നപ്പോ ഇറങ്ങിയൊരു പോക്ക്. കമാല്, ഞങ്ങളെന്നാ പെണ്ണുകളെ കാണാത്തവരോ? ഞാനാണ് രാജൻ. ഗേറ്റ് തുറക്ക്. നീ മാത്രം അകത്ത് വരാം. ദേവി ഇവിടെ വന്നോ? വാ, അകത്ത് വാ, പറയട്ടെ. ദേവി, ദേവി, അവളവിടെ. ഒരു സെക്കൻഡ്. ദേവി, ദേവി, ഉറങ്ങിയോ? കണ്ടല്ലോ. ഒന്നുമില്ല. ഭദ്രമായി ഇവിടെ എത്തിയോന്നറിയാൻ രാജൻ വന്നതാ. ഇനി വാതിലടച്ച് കിടന്നോളൂ. ക്ലോസ് ദ ഡോർ. കണ്ടല്ലോ, ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു വിഷമവും ഇല്ല. ഇനി നിനക്ക് പോവാം. നിനക്ക് പോകാമെന്ന്. അവളിനി ഇവിടെയാണ്, രക്ഷിക്കാൻ അറിയാവുന്നവരുടെ സ്ഥലത്ത്. പൊന്നുപോലെ, പൂവ് പോലെ, ഒരു പോറല് പോലും ഏൽക്കാതെ അവൾ ഇവിടെ നിൽക്കും. നീ പുറത്തു. നോക്കി രക്ഷിക്കാൻ എന്റെ ഭാര്യയെ തടഞ്ഞു വെക്കാൻ നീ ആര്? അവൾ നിനക്കാര്? അവളോ, നിനക്ക് ഞാൻ ഏൽപ്പിച്ച മുതൽ, കരള് പറിച്ചെടുത്ത് തരും പോലെ വേദന കടിച്ചു പിടിച്ച് നിനക്ക് ഏൽപ്പിച്ചു തന്ന മുതൽ. നിനക്കതിന് യോഗ്യതയില്ല, രക്ഷിക്കാൻ കഴിവുമില്ല എന്ന് ബോധ്യമായപ്പോൾ ഞാൻ തിരിച്ചെടുത്തു. അത്ര തന്നെ. നൗ ഗെറ്റ് ഔട്ട്. ദേവി, പുറത്തു വരാൻ. അവൾ വരുന്നെങ്കിൽ കൊണ്ടുപോ. അവൾ വരില്ല. ആ വ്യവസ്ഥയും ഞാൻ മാറ്റുന്നു. അവൾക്ക് സമ്മതമാണെങ്കിൽ കൂടി ഞാൻ അയക്കുന്നില്ല. എന്നാലോ? എങ്കിൽ നിന്റെ ശവം ചവിട്ടിയിട്ടാവും ഞാൻ കൊണ്ടുപോകുന്നത്. വേണോ? അല്ല, എത്ര കാലായിടോ കണ്ടിട്ട്? ഗഡുബട് ഉണ്ടാക്കാൻ ഇയാളുടെ പെണ്ണുകളെ താൻ തടഞ്ഞു വെക്കണോ? വിട്ടയക്ക്. കച്ചറിയും കുലുമലും വേണ്ട. പുറത്ത്. പഞ്ചായത്തിന് നിന്നെ വിളിച്ചില്ല. ഗെറ്റ് ഔട്ട്. വേണുഭായ്, അരേ വിളിച്ചോണ്ട് പോയി സ്ഥലം ശുദ്ധമാക്ക്. നാളെ നമുക്ക് ഇവിടെ ഒന്ന് പുണ്യാഹം തളിക്കണം കുമാരേട്ടാ.